ബഹുമാനപ്പെട്ടവരുടെ പർണശാലയുടെ ചുറ്റും ഏകദേശം 10,000-ഓളം ആളുകൾ എപ്പോഴും ഇൽമിന്റെ ആളുകളായി, വാഹകരായി, ദിക്റ് ചൊല്ലുന്നവരായി ഉണ്ടായിരുന്നു. എല്ലാവർക്കുമുള്ള ഭക്ഷണം അവിടുന്ന് സംഘടിപ്പിക്കുമായിരുന്നു. എല്ലാവർക്കുമുള്ള ഭക്ഷണം വിതരണം ചെയ്യുന്നതിന്റെ ഇടയിൽ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിന്റെ മുന്നിലേക്ക് ഒരാൾ ചെല്ലുകയാണ്. ബഹുമാനപ്പെട്ടവരുടെ കയ്യിൽ ഒരൽപ്പം മാത്രമാണ് ഭക്ഷണമുള്ളത്. ആ ഭക്ഷണം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ആ മനുഷ്യൻ ചോദിച്ചു, അല്ല, നിങ്ങളുടെ വയറിന്റെ 1/3 നിറയാനുള്ള ഭക്ഷണമല്ലേ കയ്യിലുള്ളൂ? ഈ കാണുന്ന 10,000-കണക്കിന് മനുഷ്യർക്ക് വേണ്ടുവോളം ഭക്ഷണം നൽകിയിട്ട് അവരുടെയൊക്കെയും ഗുരുവായ അങ്ങ് എന്തുകൊണ്ടാണ് ഇത്രയും ചെറിയ ഭക്ഷണം കഴിക്കുന്നത്? ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫാഇ തങ്ങളുടെ മറുപടിയാണ്, ഞാൻ ഈ ഭക്ഷണം എന്റെ വയറ്റിന്റെ 1/3 മാത്രം ഉൾക്കൊള്ളുന്ന, വിശപ്പടക്കാൻ മാത്രമുള്ള ഭക്ഷണം കഴിക്കുന്നത് ഒരു ഭയത്തോടുകൂടിയാണ്. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫാഇ തങ്ങൾ പറയുകയാണ്, ഞാൻ വയറു നിറച്ചു ഭക്ഷണം കഴിച്ചാൽ ഈ നാട്ടിൽ ഭക്ഷണം കിട്ടാത്ത ഏതെങ്കിലും ഒരാൾ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ എത്തുന്ന സമയത്ത് അവിടുന്ന് പറഞ്ഞാലോ, പടച്ചവനെ, ഞാൻ പട്ടിണി കിടക്കുന്ന സമയം, എനിക്ക് കഴിക്കാൻ ഭക്ഷണമില്ലാത്ത സമയം, ആ നാട്ടിൽ ജീവിച്ചിരുന്ന ശൈഖായിരുന്ന ഇന്നയാൾ വയറു നിറച്ചു ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എന്നെങ്ങാനും അള്ളാഹുവിന്റെ മുന്നിൽ അയാൾ പറഞ്ഞാൽ ഞാൻ എന്തു ചെയ്യും? ഞാൻ എന്റെ റബ്ബിനോട് എന്തു മറുപടി പറയും? എപ്പോഴെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോ നമ്മുടെ മനസ്സിലേക്ക് ചിന്ത വന്നിട്ടുണ്ടോ, ഞാൻ വയറു നിറച്ചു ഭക്ഷണം കഴിക്കുമ്പോ എന്റെ അയൽപ്പക്കത്തുള്ള ഭക്ഷണം കിട്ടാത്ത പ്രയാസപ്പെടുന്ന ഏതെങ്കിലും ഒരാൾ നാളെ റബ്ബിന്റെ കോടതിയിലെത്തുന്ന ഒരു ദിവസം അയാൾ എന്നിലേക്ക് ചൂണ്ടിയിട്ട് സംസാരിച്ചാലോ, ആവശ്യത്തിലധികം അയാൾ കഴിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാലോ, ഈ ചിന്ത നമ്മുടെ ആരുടെയും ഹൃദയത്തിലേക്ക് വരില്ല. അവിടെയാണ് ഔലിയാക്കളുടെ ഹൃദയവും നമ്മുടെ ഹൃദയവും തമ്മിലുള്ള വ്യത്യാസം. അവരുടെ ഖൽബ് എപ്പോഴും അല്ലാഹ്, പടച്ചവനെ, നീ എന്നെ ചോദ്യം ചെയ്യുമോ? അള്ളാഹുവിന്റെ കോടതിയിൽ എത്തുമ്പോ ഞാൻ എന്താണ് പറയുക? ഈ ചിന്തകൾ അവരുടെ ഹൃദയത്തിൽ ഇങ്ങനെ മതിച്ചുകൊണ്ടിരിക്കുകയാണ്.